മോഷ്ടാവിനെ അന്വേഷിച്ചിറങ്ങിയതായിരുന്നു കഞ്ഞിക്കുഴി പോലീസ്. ഒടുവിൽ അവർ കാണുന്നത് വിശന്നും ക്ഷീണിതനുമായി ഭാര്യയെയും മക്കളെയും തേടി അലഞ്ഞു നടക്കുന്ന ഒരു യുവാവിനെ. ജാർഖണ്ഡ് സ്വദേശിയായ ബെറൻ മറാണ്ടിയെ നാട്ടുകാർ ആദ്യം മോഷ്ടാവെന്ന് കരുതിയെങ്കിലും പോലീസ് നടത്തിയ അന്വേഷണത്തിൽ മനുഷ്യവേദനയുടെ കഥയായിരുന്നു പുറത്തു വന്നത്. ഞായറാഴ്ച വൈകിട്ടോടെയായിരുന്നു സ്റ്റേഷനിലേക്ക് ഒരു ഫോൺ കോൾ വരുന്നത്. പനംകുട്ടിയിലും പരിസരത്തും ഒരാൾ അലഞ്ഞു തിരിയുന്നു എന്നായിരുന്നു വിവരം കിട്ടിയത്. വിവരം കിട്ടിയ ഉടൻ തന്നെ SI താജുദ്ദീനും അഹമ്മദും PRO അജിത് കുമാറും SSCPO ഷെരീഫും സ്ഥലങ്ങളിൽ തിരഞ്ഞെങ്കിലും ആദ്യം ഇദ്ദേഹത്തെ കണ്ടെത്താനായില്ല. പാംപ്ല അണക്കെട്ടിന് സമീപം ചാക്ക് പുറത്തു തൂക്കി മുഷിഞ്ഞ വേഷത്തിൽ ക്ഷീണിതനായി നടന്നുകൊണ്ടിരുന്ന യുവാവിനെയാണ് ഒടുവിൽ ഇവർ കാണുന്നത്. ശരീരമാകെ വിറയ്ക്കുന്ന അവൻ പ്രാദേശിക ഭാഷയിൽ സംസാരിച്ചതിനാൽ ആശയവിനിമയം വളരെ ബുദ്ധിമുട്ടുമായി. SI താജുദ്ദീൻ ഹിന്ദിയിൽ സംസാരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി. യുവാവിൻ്റെ പേര് ബെറൻ മറാണ്ടി, ജാർഖണ്ഡ് സ്വദേശിയാണ്. ഒരു മാസം മുമ്പ് ഭാര്യ മേരി സൊറാനും 3 കുഞ്ഞുമക്കളും ഇടുക്കിയിലെ ഒരു ഏലത്തോട്ടത്തിൽ ജോലിക്കെത്തിയിരുന്നു. അവരെ തേടിയാണ് ബെറൻ ഇറങ്ങിയിരിക്കുന്നത്. 2 ദിവസം മുമ്പ് എറണാകുളത്ത് ട്രെയിനിൽ ഇറങ്ങിയെങ്കിലും കോൺട്രാക്ടറുമായുള്ള ബന്ധം നഷ്ടപ്പെടുകയായിരുന്നു. വനമേഖലയിൽ വഴിതെറ്റി 2 ദിവസം ഭക്ഷണമില്ലാതെ അലഞ്ഞു തിരിഞ്ഞു നടന്നു. വിശന്ന് സ്വബോധം നഷ്ടപ്പെട്ട് അവനെ പാംപ്ല ഡാമിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാർ ഭക്ഷണം നൽകി. കയ്യിലുണ്ടായിരുന്ന ചെറിയ ചാക്കിൽ കുഞ്ഞുങ്ങളുടെ ഉടുപ്പും ഭാര്യയ്ക്കുള്ള ചുരിദാറും കുറച്ച് വസ്ത്രങ്ങളും കുഞ്ഞിൻ്റെ ആധാർ കാർഡും ഒരു പേപ്പറിൽ എഴുതിയ ഫോൺ നമ്പറും ഉണ്ടായിരുന്നു. അതിലൂടെ ബന്ധപ്പെടുമ്പോൾ ഭാര്യ അണക്കരയിലെ തോട്ടത്തിൽ ജോലി ചെയ്യുന്നതായി മനസ്സിലായി. ഭർത്താവിനെ കാത്ത് കണ്ണീരോടെ കാത്തിരിക്കുന്നുവെന്ന വിവരമറിഞ്ഞപ്പോൾ പോലീസ് യുവാവിനെ ആരോഗ്യ പരിശോധനയ്ക്ക് ശേഷം KSRTC ബസ്സിൽ അണക്കരയിലേക്ക് അയക്കുകയും ചെയ്തു. കണ്ടക്ടർക്ക് പ്രത്യേക നിർദ്ദേശങ്ങളും പോലീസുകാർ നൽകി. ഒടുവിൽ ബെറൻ മറാണ്ടി ഭാര്യയുടെയും മക്കളുടെയും അരികിലെത്തി. ഭാര്യയോടൊപ്പം നിന്ന ഫോട്ടോ തോട്ടം അധികൃതർ പോലീസിന് അയച്ചു നൽകുകയും ചെയ്തു. ഇപ്പോൾ കുടുംബം അണക്കരയിലെ നന്ദീശ ആശ്രമത്തിലെ തോട്ടത്തിൽ ചേർന്ന് ജീവിക്കുന്നു. മക്കൾ അജയ് മറാണ്ടി, അഞ്ജലി മറാണ്ടി, അൻസു മറാണ്ടി. അവർ സസുഖം സുഖമായി ജീവിക്കുകയാണിപ്പോൾ.